നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ്. അത് മഞ്ഞ കളറിലുള്ള നാരങ്ങ അച്ചാറാണ്. ഒട്ടും കയ്പില്ലാതെ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നാരങ്ങ അച്ചാർ വെക്കാമെന്ന് നമുക്ക് നോക്കാം. വരൂ. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും ആവി കയറ്റണ്ട. ആവി വന്നതിന് ശേഷം ഞാൻ സ്റ്റീമറിനകത്ത് നാരങ്ങ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ നാരങ്ങയെല്ലാം വെന്തിട്ടുണ്ട്. പക്ഷേ കാണുമ്പം വെന്തില്ല എന്ന് തോന്നും. അന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും വെച്ചുകൊണ്ടിരിക്കരുത്. നാരങ്ങ എത്ര വെന്തതെന്ന് പറഞ്ഞാലും അതിൻ്റെ തൊലി അങ്ങനെ ഇരിക്കത്തുള്ളൂ. അതിൻ്റെ ഉൾവശം വെന്തിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ ചൂട് പോകാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. നമ്മൾ ആവി കയറ്റി വെച്ച നമ്മുടെ നാരങ്ങ എല്ലാം ഇതുപോലെ മുറിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ 8 ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മുറിക്കുക. അതിന് പ്രത്യേകിച്ച് എങ്ങനെ മുറിക്കണം എന്നൊന്നുമില്ല. 2 ആയിട്ട് മുറിച്ചിടാം, 4 ആയിട്ട് മുറിച്ചിടാം, 8 ആയിട്ട് മുറിച്ചിടാം. എൻ്റെ ഇരുന്നത് വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ 8 ആയിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ മൂടി വെച്ചേക്കാം. 2 ദിവസത്തിന് ശേഷം എടുത്തു നോക്കാം. അപ്പം ഈ ഉപ്പെല്ലാം നമ്മുടെ നാരങ്ങയിൽ പിടിച്ചിട്ടുണ്ടാകും. ഇനി 2 ദിവസം വെക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ 1 ദിവസമെങ്കിലും വെക്കുക. കാരണം ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാരങ്ങയിലെ കയ്പ്പ് മാറി കിട്ടുന്നത്. ഉപ്പ് പുരട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നന്നായിട്ട് അതിൻ്റെ കയ്പ്പ് പോയി കിട്ടും. അപ്പം നമുക്കിനി 2 ദിവസം കഴിയുമ്പോൾ നോക്കാം. 2 ദിവസം ഉപ്പ് പുരട്ടി വെച്ച നാരങ്ങയാണിത്. നിങ്ങൾക്ക് കഴിയുന്നതും 2 ദിവസം വയ്ക്കാൻ നോക്കുക. അപ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ കയ്പ്പ് മാറുക. ഇനി അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, അത് കുറച്ചെടുക്കുക. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ചേർക്കുക. വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വെളുത്തുള്ളിയുണ്ട്. പിന്നെ പച്ചമുളക്, ഇതൊരു 5 പച്ചമുളക് അരിഞ്ഞതാണ്. ഇതൊരു 3/4 കപ്പുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇത് ഒരു 1/4 കപ്പുണ്ട്. ഇത്രയും നമുക്ക് വേണം. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഞാൻ പാൻ വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് 3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർക്കുക. അതുപോലെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇതോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഒരുപാടങ്ങ് മൊരിഞ്ഞ് റെഡ് കളർ ആവുന്നിടം വരേക്കും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് വിനിഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ദാ ഇതുപോലത്തെ ഒരു സ്പൂണിന് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചായതുകൊണ്ട് ഉണ്ടാകും. നോക്കിയിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ. കുറച്ചുകൂടെ ഉപ്പ് വേണം ഇതിന്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാവേ. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കയ്പ്പ് മാറാനായിട്ട് നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ള കളറിലുള്ള അച്ചാറായതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ചുമല കളറിലൊക്കെ വെക്കുമ്പം ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഭരണിയിലോട്ട് മാറ്റാം. ഒരു 1-2 ദിവസം വെച്ചതിന് ശേഷം കൂട്ടുവാണെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്. അച്ചാറുകളെല്ലാം അങ്ങനെയാണ്, നമ്മൾ വെച്ച ഉടനെ കൂട്ടിയാൽ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴാണ് അച്ചാറിലെല്ലാം പിടിച്ച് നല്ല സെറ്റായി അടിപൊളിയായിട്ട് വരിക. അതുകൊണ്ട് അത്യാവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാതിരിക്കുക. നമുക്ക് കുറച്ച് ദിവസം വെച്ചിട്ട് എടുക്കുക. സൂപ്പർ ടേസ്റ്റിലുള്ള നാരങ്ങ അച്ചാർ നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയുമായി കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.